ഹായ് ഫ്രണ്ട്സ്, മലയാളികളുടെ പൊതുവികാരമാണ് പൊറോട്ടയും ബീഫും എന്ന് പറയുന്ന പോലെ തന്നെയാണ് കപ്പയും അതുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും. ഇന്ന് കപ്പയിലെ ഒരു വൈവിധ്യ രുചിയായ പാൽക്കപ്പയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നല്ല പച്ചക്കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 കിലോയോളം കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിടുക കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നോട്ടെ. അപ്പോൾ കപ്പയിലെ മട്ടും കയ്പ്പും ഒക്കെ അങ്ങനെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കിട്ടും കേട്ടോ. അങ്ങനെ കപ്പ കഴുകി വാരി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. കുക്കറിൽ വെക്കുന്നതിൻ്റെ ആരും തെറ്റിദ്ധരിക്കണ്ട, നമ്മൾ വിസിലടിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കപ്പ വേവിച്ച് വെള്ളം വാരാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി തയ്യാറാക്കാനുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടാം പാൽ, തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നതിൽ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്തിട്ട് അതിൽ കിടന്നൊന്ന് കുഴഞ്ഞോട്ടെ. വെന്ത് ഒന്ന് ചെറുതായിട്ട് പറ്റി തുടങ്ങുന്ന വരെ നമ്മളൊന്ന് വേവിക്കണം കേട്ടോ. കാണുന്ന പോലൊന്നും അല്ല കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വേണമെന്ന് തന്നെ പറയുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതെല്ലാ തവണയും പറയുന്നതല്ലേ എന്ന് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. മാക്സിമം നല്ല ഐറ്റംസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കഴിക്കുന്നതിൽ വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റ് ഉള്ളതെന്ന് തോന്നുന്നതെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് പറ്റി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നല്ല കുറുകിയ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്തേക്കാം. പിന്നെ തിളപ്പിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ പാലൊഴിച്ച് കൊടുത്തു, ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ സമയത്ത് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളി, വേണമെങ്കിൽ കറിവേപ്പില, മറ്റമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെറിയുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയുള്ളി എടുത്ത് നന്നായിട്ട് വഴറ്റി നല്ല ഫ്രൈ ആയിക്കോട്ടെ, താളിക്കുന്നത് പോലെ. ഇനി നമുക്കിത് നമ്മുടെ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. തയ്യാറായി നമ്മുടെ രുചികരമായ പാൽക്കപ്പ. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.